ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എത്രത്തോളം എത്തുമെന്ന് അറിയത്തില്ല, നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ പപ്പായും മമ്മിയൊക്കെ പതിവ് പോലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നേ. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പതിവ് പോലെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തോട്ടൊക്കെ. രാവിലെയാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ. മഞ്ഞൊന്നും അങ്ങനെ കാണാനില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നേ. ഇപ്പോഴത്തെ തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു 8-8:30 വരെയും കാണും കേട്ടോ. പപ്പായാണെങ്കിൽ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം റബ്ബർ വെട്ടാനായിട്ട് പോയി കേട്ടോ. റബ്ബറൊക്കെ വെട്ടിയതിന് ശേഷം ഇനി കുരുമുളകൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയുണ്ട് പറിക്കാനായിട്ട്. വെയിലൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് കുരുമുളക് പറിച്ച് തീർക്കാൻ വേണ്ടി പപ്പ ഇങ്ങനെ നോക്കുകയാണേ. പിന്നെ ജാനിയും മമ്മിയും കൂടെ അങ്ങോട്ട് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കപ്പയൊക്കെ പറിക്കാൻ വേണ്ടി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയാണേ. നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് പറിക്കാം. ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ കൃഷിയൊന്നും ചെയ്താലും അതിൻ്റെ വിളവൊന്നും ചിലപ്പം കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പന്നിശല്യമൊന്നും ഇല്ലായിരുന്നു. കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ താഴത്തെ പറമ്പിലായിരുന്നെങ്കിൽ മൊത്തം കപ്പ പന്നികളെല്ലാം കൊണ്ടുപോയേനെ. കപ്പയൊക്കെ പറിച്ചതിന് ശേഷം അതിൻ്റെ അടുത്താണെങ്കിൽ കുറേ കവുങ്ങൊക്കെ ഇപ്പുണ്ടേ. അപ്പോൾ അവിടുന്ന് കുറേ പാക്കൊക്കെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറിക്കും മമ്മി വെയിലത്തിടുവാണേ. വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ നിരത്തിയിടുവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതുപോലെ മറ്റേ പാക്കൊക്കെ വീണ് കിട്ടിയതാണേ മുറ്റത്ത് കിടക്കുന്നത്. ഇതിനിടയ്ക്ക് താറാവിനെ അഴിച്ചു വിട്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ താറാവിനെ മമ്മി അഴിച്ചു വിട്ടു. കുറേ താറാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 6 താറാവിനെ ഒന്നിച്ച് മേടിച്ചതാണേ. ഇപ്പം ആണെങ്കിൽ 4 താറാവേ ഉള്ളൂ. ആദ്യമൊക്കെയാണെങ്കിൽ ദിവസവും മുട്ട കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ 1 അല്ലെങ്കിൽ 2. താറാവിൻ്റെ കൂടിൻ്റെ തൊട്ടടുത്താണല്ലോ തോട്. അപ്പോൾ തോട്ടിലോട്ടൊക്കെ ചിലപ്പം താറാവൊക്കെ മിക്കവാറും പോകാറുണ്ട്. അപ്പോൾ താറാവിനെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റി വെക്കുമ്പോഴത്തേനും പിന്നെയും അത് തോട്ടിൽ പോയി വീഴാറുണ്ട്. എന്തായാലും ഇപ്പം മുട്ടയൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ താറാവിനെയൊക്കെ അഴിച്ചു വിട്ടതിന് ശേഷം പിന്നെ മമ്മി പിന്നെ കാന്താരിയൊക്കെ പറിക്കാൻ വേണ്ടി പോയേ. ഇന്ന് കപ്പയുടെ കൂടെ കഴിക്കാൻ കാന്താരി ഇല്ലായിരുന്നു. അപ്പോൾ കാന്താരി പറിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കവറാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ കാന്താരിയല്ല, പച്ചമുളകിൻ്റെ തൈയും ഒക്കെ ഉണ്ടായിരുന്നു. വഴുതനങ്ങയൊക്കെ എല്ലാം വാടിപ്പോയേ. അപ്പം ഭയങ്കര ചൂടൊക്കെ ആണല്ലോ, അങ്ങനെ വാടിപ്പോയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം. കുറേ പച്ചമുളകിൻ്റെ തൈയും അതിൻ്റെ ചെടിയെല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ബാഗ് മാറ്റിയതാണേ, ഏണിയൊക്കെ ചാരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ആണെങ്കിൽ കുറേ കുരുമുളക് പഴുത്തത് തറയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറക്കി ജാനി ഇങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല കേട്ടോ അവൾ ചെയ്യുന്നത്, തന്നെ ചെയ്യുന്നതാണേ. ചില സമയത്ത് ഫുൾ കുരുത്തക്കേടാണ്, ചില സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ഇത്രയും ദിവസങ്ങളായിട്ട് പറിച്ച കുരുമുളകാണ് ഈ ചാക്കിലും ഈ ബക്കറ്റിലും കാണുന്നത്. ഇനി ഇതെല്ലാം എടുത്ത് ടെറസിൽ കൊണ്ടിടണം. ഇപ്പം നല്ല വെയിലാണല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ടെറസിലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുരുമുളക് പറിക്കുന്നതിന് മുന്നേയായിട്ട് കാപ്പിക്കുരുവൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറക്കിയിട്ട് വേണം ഇനി കുരുമുളക് ഇടാനായിട്ട്. ജാനിയാണെങ്കിൽ ഇവിടെ ക്രിസ്മസിന് മേടിച്ച സാന്താക്ലോസിൻ്റെ തൊപ്പിയൊക്കെ വെച്ച് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ആയി വരുന്നുണ്ടേ. എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് രാവിലെ. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ മുറ്റത്തോടൊക്കെ നടക്കാൻ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പം പിള്ളേരെയും കൊണ്ട് ഇപ്പോൾ പിള്ളേർക്ക് തണുക്കുന്നൊക്കെ ഉണ്ടായിരിക്കും, അവരിങ്ങനെ ചാടി മറിഞ്ഞ് നടക്കുകയാണേ. ജുവാനൊക്കെ ആണെങ്കിൽ ഇറങ്ങി നടക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അവളിങ്ങനെ ജാനി നടക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ചാടി. ഇപ്പോഴാണെങ്കിൽ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതിന് അധികം ചൂടില്ലാത്ത വെയിലൊക്കെയാണ് കേട്ടോ. ഇളം വെയിലൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ മമ്മി കുറച്ച് കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇപ്പോൾ ആണെങ്കിൽ കാന്താരി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം കൊല്ലയിലൊന്നും കാന്താരി ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ എവിടുന്നൊക്കെ കുറച്ച് കാന്താരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കപ്പ പുഴുങ്ങുമ്പോഴും ചേന പുഴുങ്ങുമ്പോഴും ഒക്കെയും ഇവിടെ കാന്താരി ചമ്മന്തിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം കാന്താരിയൊക്കെ ആണെങ്കിൽ കുറേ തീർന്നു പോയി. എൻ്റെ വീട്ടിലാണെങ്കിൽ നേരെ തിരിച്ചാണേ. അവിടെ ആണെങ്കിൽ ഇഷ്ടംമാതിരി കാന്താരി ഉണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ കുറേ പറിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കാനാണെങ്കിൽ മറന്നും പോയേ. അങ്ങനെ കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് മമ്മി കപ്പയൊക്കെ മറ്റേ കമ്പെന്നൊക്കെ വെട്ടിയെടുക്കുവാണേ. അവിടെ വെച്ച് തന്നെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ചെടിക്കൊക്കെ ആണെങ്കിൽ കുറേ വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്. എല്ലാം വാടി തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിലും കൂടെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേനും ചെടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെടിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. വഴുതനയ്ക്കും പച്ചമുളകിനും ഒക്കെയാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ജാനിയാണെങ്കിൽ അമ്മച്ചിയുടെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. എന്തിനും തയ്യാറാണെന്നുള്ള രീതിയിലാണേ. അവൾ പിന്നെ എന്തിനും അമ്മച്ചിയുടെ പുറകെ തന്നെ കാണും. പിന്നെ കുറേ നേരം ഞാൻ ജുവാനെ എടുത്തുകൊണ്ട് നടക്കില്ലായിരുന്നോ.
അപ്പോൾ എൻ്റെ കൈയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കയറി പോന്നേ. ജുവാനെ പിന്നെ കടലിൽ കൊണ്ടിരുത്തി. അവൾക്ക് കുറേ കളിപ്പാട്ടം. അങ്ങനെ അവൾ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ ഉറക്കി കിടത്തിയേ. പിന്നെ ജാനി എന്തെന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും ജാനി ഇവിടെ തൊട്ടിലേക്ക് കയറി കിടക്കുക കേട്ടോ. ഈ ചെറുപ്പത്തിലാണെങ്കിൽ അവൾ തൊട്ടിൽ കിടന്നിട്ടേ ഇല്ല. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് തൊട്ടിലേ ഇറങ്ങാൻ വയ്യേ. എന്തായാലും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ താഴത്തോട്ട് പോയി കേട്ടോ. താഴെയാണെങ്കിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ്, അതിലും കൂടുതലായെന്ന് തോന്നുന്നേ, കുറേ പച്ചമഞ്ഞളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതൊക്കെ അഴുകി പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം ക്ലീനാക്കി. ഇപ്പം നല്ല വെയിലുമാണല്ലോ, അപ്പം ഉണക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടാണേ. അന്നേരം അതൊക്കെ ഇങ്ങനെ അതിൻ്റെ മണ്ണും അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ പറക്കി വെക്കുവാണ് മമ്മി. ജാനിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവളെല്ലാം മണ്ണെല്ലാം കൂടെ എല്ലാം ദേഹത്താക്കി ആകെ അലമ്പാക്കിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വരുമായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ജാനിക്ക് പൂത്തിരിയൊക്കെ കത്തിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അപ്പം ക്രിസ്മസിനാണെങ്കിൽ കുറേ പടക്കം പൂത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പൊട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ, പിള്ളേരുടെ കരച്ചിൽ കാരണം. കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളായിരുന്നേ. അന്നേരം അതിൽ കുറച്ച് പൂത്തിരിയൊക്കെ എടുത്തിട്ട് കത്തിച്ച് കാണിച്ചു കേട്ടോ. ജാനിക്ക് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു, പക്ഷേ അവൾക്ക് പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറേ പറഞ്ഞ് പിടിച്ച് നോക്ക്, കയ്യിലൊന്നും വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ അവൾ പിടിച്ചൊന്നുമില്ലേ. ലാസ്റ്റ് പിന്നെ പറഞ്ഞ് ഒരു പൂത്തിരി അങ്ങോട്ട് കയ്യിലൊന്ന് കുറച്ച് നേരം പിടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് പിന്നെ അവളെ അതൊക്കെ കാണിച്ച് പിന്നെയും കത്തിക്കണം എന്ന് പറഞ്ഞ് പിന്നെ വഴക്കൊക്കെ ആയിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുകയും വേണം, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.